കേരളത്തിന്റെ വികസനം വിദേശ രാജ്യങ്ങൾക്ക് തുല്യമാണെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വികസനത്തിന് നാം ശ്രമിക്കുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചെങ്ങന്നൂർ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മികച്ച റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ചിന്തകൾ വിദേശികളെക്കാൾ ഒരുപാട് പിറകിലാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പുരോഗതി കൈവരിക്കാൻ നാം ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകണം. ഇവിടെ ആർക്കെതിരെയും എന്തും എഴുതി പിടിപ്പിക്കാമെന്ന സ്ഥിതിയാണ്. ദൃശ്യമാധ്യമങ്ങളിലും പത്രമെടുത്താലും സത്യസന്ധമായ വാർത്തയില്ലെന്നും ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ തുറന്നു വെച്ചാൽ മര്യാദയ്ക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു പത്രം എടുത്ത് രാവിലെ വായിച്ചാൽ സത്യസന്ധമായ ഒരു വാർത്ത നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളത് നോക്കത്തില്ല, കാരണം ഇത് മൊത്തം കള്ളമാണെന്നുള്ള ധാരണയിലായതുകൊണ്ട് അതിന്റെ വഴിക്കൂടെ പോകും. എന്തെല്ലാം പറയുന്നത് അടിസ്ഥാനമില്ലെന്നും അടിസ്ഥാനമുള്ളതും എല്ലാം അടിച്ചു കയറ്റും. കുറച്ച് ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചേർക്കാം, ഏതെല്ലാം ചേരുവ ചേർക്കാം, അതെല്ലാം ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വികസനം എന്ന പേരിൽ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പണ്ട് കരയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇന്ന് സമുദ്രം ഇതിനേക്കാൾ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, സമുദ്രം ഏറ്റവും വലിയ ബോംബാണ്. സമുദ്രത്തിന്റെ ഒരു പ്രത്യേകത, അതിന് താങ്ങാവുന്ന പരിധി വരെ ഇതിനെയെല്ലാം സംരക്ഷിക്കും. അത് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അത് രാജ്യങ്ങളെ തന്നെ നശിപ്പിക്കുവാൻ ഇടയാകുന്നതാണ്. വൈസ്മെൻസ് ഇന്റർനാഷണൽ മുൻ പ്രസിഡന്റ് ജൂണി കുതിരവട്ടം അധ്യക്ഷത വഹിച്ചു. മാമൻ ഉമ്മൻ, റിജോ ജോൺ വർഗീസ്, PV സക്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.